മധുരവിട്ട യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് ഇവിടെ എഴക്കാടാണ് കേട്ടോ. എഴക്കാട് വടക്കേക്കരയിലെ പ്രശസ്തനായ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ രാജമാഷിൻ്റെ വീട്ടിലാണ് കേട്ടോ. രാജമാഷിനെ കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. രാജമാഷായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പക്ഷേ മാഷ് തിരക്കിൻ്റെ ആളായതുകൊണ്ടും റിട്ടയർമെൻറ്റ് ലൈഫ് എന്താണെന്ന് മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ മാഷ് പറയും എനിക്കറിയില്ല എന്താ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് മാഷ് പറയുക. കാരണം അത്രമാത്രം തിരക്കുകളിൽപ്പെട്ട ഒരു മാഷ്, ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാഷിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും കോങ്ങാടുകാർക്കും എഴക്കാടുകാർക്കും ഈ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മാഷിനെ, നമ്മുടെ കുറ്റത്തും വിടാത്ത, എന്താ പറയുക, യൗവനം വിടാത്ത മാഷിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്തായാലും മാഷെ, മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് മാഷിന് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം ബിനോയ്. എഴക്കാടുള്ള എൻ്റെ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ VA രാജൻ, എഴക്കാട്. ഞാനിവിടെ ജനിച്ചത് 1953 ഒരു ഏപ്രിൽ മാസം 15-ാം തീയതി. ഞാൻ ഒരു മുള പണിയെടുക്കുന്ന ഫാമിലിയിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും മറ്റെല്ലാവരും തന്നെ മുള ഉപയോഗിച്ചിട്ട് വട്ടി, കൊട്ട, മുറം തുടങ്ങിയവ ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു നരകശ്ശേരി AUP സ്കൂൾ ഉണ്ട്. അവിടെയാണ് നരകശ്ശേരി AUP സ്കൂൾ. അവിടെയാണ് ഞാൻ പഠിച്ചത്. 1-ാം തരം മുതൽ 7-ാം തരം വരെ ഞാനിവിടെ പഠിച്ചു. ആ 1-ാം ക്ലാസ്സിലേക്ക് പോയ ആ ദിവസത്തെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ മാഷേ? 1-ാം തരത്തിലേക്ക് പോയത് ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രം തന്നെ ഇന്നത്തേൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇടവഴികളാണ്. കൈവീശി നടക്കാൻ പോലും വളരെ പ്രയാസമുള്ള മുള്ളു കെട്ടിയിട്ടുള്ള വേലിയും മറ്റുമൊക്കെയുള്ള മുള്ളുവേലികൾ നിറഞ്ഞിട്ടുള്ള ഇടവഴിയാണ്. അപ്പോൾ കുണ്ടൻ ഇടവഴികൾ, കയറ്റിറക്കങ്ങൾ, വിശാലമായി പരന്നു കിടക്കുന്ന പറമ്പുകൾ, ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രം. പാടങ്ങളുണ്ടായിരുന്നു, ഞാറ്റുപൊറ്റകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്നു പോകും. ഇടയ്ക്ക് കുളങ്ങളും ചാലുകളും തോടുകളും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ആ തോടുകളൊക്കെ. പിന്നെ അതേപോലെ മാവും പിലാവും പുളിയും എല്ലാം ഉള്ള ഒരു ഗ്യാങ് ആയിട്ടായിരുന്നു. ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. സ്കൂൾ ഓർമ്മകളല്ലേ? എന്തൊരു മധുരമാണ്. വളരെ എന്താ പറയാ, നമുക്ക് മധുരമായ ചില ഓർമ്മകളാണ്. സ്കൂളിന്റെ പടിക്കൽ വെട്ടുകല്ല് കെട്ടിയിട്ടുള്ള ഒരു ഗേറ്റാണ്. ആ ഗേറ്റിന്റെ പുറത്ത് 2 സിംഹങ്ങളുടെ രൂപം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെ വലിയ വലിയ വേപ്പ് മരങ്ങൾ, ആര്യവേപ്പ് വേപ്പ് മരങ്ങളിൽ നിന്ന് എന്താ പറയാ, വേപ്പിൻ കുരു ഇങ്ങനെ നിറയെ വീണ് കിടക്കുന്ന ആ വഴിയാണ്. അത് വളരെ മനോഹരമായ ഒരു പക്ഷേ ആ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലേ, അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല അനുഭവങ്ങളാണ് സ്കൂളിനെ കുറിച്ച് ഓർമ്മകൾ. പക്ഷേ അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് ഓർമ്മകൾ തന്നെ തുടങ്ങട്ടെ ഇന്നത്തെ ഈ അധ്യായം. അപ്പൊ മാഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിത മാഷ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ കുട്ടികളുടെ ക്ലാസ്സുകൾ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. പാടിക്കോളൂ. ആടാം പാടാം കളിയാടാം വരൂ, കളിച്ചിരി അറിവിന്നുറവാക്കാം. ആടാം പാടാം കളിയാടാം വരൂ, കളിച്ചിരി അറിവിന്നുറവാക്കാം. ഒരുമയിലൊരു പുതുപാത തുറക്കാം, ഒരുമയിലൊരു പുതുപാത തുറക്കാം. നമ്മുടെ വിദ്യാലയം ജയിക്കട്ടെ. ആടാം പാടാം കളിയാടാം വരൂ, കളിച്ചിരി അറിവിന്നുറവാക്കാം. അപ്പോ മാഷിന്റെ അച്ഛൻ, അമ്മ, കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ അച്ഛൻ ഒരു ബാംബു തൊഴിലാളിയാണ്. അച്ഛൻ്റെ പേര് അപ്പു, അമ്മ മീനാക്ഷി. അപ്പു ദിവസേന രാവിലെ അച്ഛൻ കല്ലടിക്കോടം മലയിലേക്ക് ഈറ്റ വെട്ടാൻ പോകും. മാഷ് പോയിട്ടുണ്ടോ കൂട്ടത്തിൽ? ഞാൻ പോയിട്ടുണ്ട്. അത് കല്ലടിക്കോടം മല കാണാപ്പാടമാണ്.
കല്ലടിക്കോടം മല നമുക്ക് കാണാപാഠമാണ്. ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ്റെ കൂടെ വെക്കേഷൻ സമയത്ത് ഈറ്റ വെട്ടാൻ പോയിരുന്നു. പിന്നെ വെക്കേഷൻ സമയത്തൊക്കെ പോകുമായിരുന്നു. അതാണ് അച്ഛൻ, അമ്മ, പിന്നെ വേറെ സഹോദരങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായില്ല. പിന്നെ അനിയൻ ജനിച്ചത്, മൂത്തത് ഞാൻ. എനിക്ക് വേറെ സഹോദരിമാരില്ല, ഒരു സഹോദരനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാലം സ്കൂളും വീടും മാത്രമായിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്നു. വേറെ ഈ മറ്റ് എവിടെയും പോകാനുള്ള അവസരമില്ല. ഇവിടെ റോഡുകളില്ല, മറ്റേതൊന്നുമില്ല. വാഹന സൗകര്യങ്ങളും വളരെ കുറവാണ്. അങ്ങനെ ഒരു കാലത്താണ്. അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാന അധ്യാപിക സുഭദ്ര ടീച്ചർ എനിക്ക് വളരെ ഫേവറായിട്ടുള്ള ഒരു അധ്യാപികയാണ്. അവരാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുകയും അവർ എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ മാഗസിനുകളൊക്കെ എഴുതാനും ഒക്കെ തന്നെ, സ്കൂൾ മാഗസിൻ എഴുതാനൊക്കെ കയ്യെഴുത്തു കോപ്പികൾ എഴുതാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുക. അപ്പം ഞാൻ രാത്രി വീട്ടിൽ വന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ചാണകം മെഴുകിയ തറയിൽ ഇങ്ങനെ പതിഞ്ഞു കിടന്ന് ഈ മാഗസിൻ എഴുതുന്ന ഒരു പരിപാടിയാണ് അന്ന് നടത്തിയിരുന്നത്. അതെനിക്ക് എന്തായാലും ഒരു പ്രയാസമായിട്ടില്ല, ഒരു ആവേശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ടീച്ചറെ അടുത്ത ദിവസം കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് ടീച്ചർക്ക് വലിയ സന്തോഷമാവും. അത്രയും നന്നായിട്ട് എഴുതാൻ കഴിയുമായിരുന്നു എനിക്ക് അന്ന്. എൻ്റെ കയ്യക്ഷരത്തിൽ ടീച്ചർ എപ്പോഴും അഭിനന്ദിക്കാറുണ്ടായിരുന്നു. അവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? ഞാൻ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അവിടെ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഈ 7ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ വല്ലവരുടെ പേരുകളൊക്കെ? തീർച്ചയായിട്ടും. എൻ്റെ അന്നത്തെ ടീച്ചർമാരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ 1ാം തരത്തിൽ അപ്പുമാഷ് എന്ന ശങ്കരനാരായണ മാഷ്, 2ാം ക്ലാസ്സിൽ ഛാത്ര മാഷ് എന്നൊരു മാഷ്, 3ാം ക്ലാസ്സിൽ ശാരദ ടീച്ചർ, 4ാം ക്ലാസ്സിൽ മാധവൻ മാഷ്, 5ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് സുഭദ്ര ടീച്ചർ കടന്നു വരുന്നത്. പിന്നെ പ്രഭാകരൻ മാഷ്, ഒരു ക്രാഫ്റ്റ് ടീച്ചറായിട്ട് ദേവദാസ് മാഷും ഉണ്ടായിരുന്നു. കണക്ക് പഠിപ്പിക്കാൻ എനിക്ക് അച്യുത മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. സ്കൂളും പരിസരവും തന്നെ ധാരാളം മരങ്ങൾ, മാവ്, പ്ലാവ്, ഇതൊക്കെയുള്ള തെങ്ങ്, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ തോട്ടം പോലെയാണ് തോന്നിയിരുന്നത്. അതാണ് അന്നത്തെ സ്കൂൾ അന്തരീക്ഷം. അത് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ പഠിക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാ എവിടെയാണെന്നുള്ളത്. പിന്നെ ടീച്ചർ പറഞ്ഞു, നീ മുണ്ടൂർ ഹൈസ്കൂളിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുണ്ടൂർ ഹൈസ്കൂളിൽ 1966 മുണ്ടൂർ ഹൈസ്കൂളിൽ ചേർന്ന് അവിടുന്ന് 69 10ാം ക്ലാസ് എന്ന SSLC പൂർത്തിയാക്കി. മുണ്ടൂരിൽ തന്നെയാണ് SSLC കഴിഞ്ഞ് പിന്നെ വിക്ടോറിയ കോളേജിൽ 69 മുതൽ 74 വരെ ഞാൻ വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. 74 അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ പത്രത്തിലെ പരസ്യം കണ്ട്, PSC പരസ്യം കണ്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നു അധ്യാപകൻ്റെ ഒഴിവിലേക്ക്. അത് അപ്രൻറ്റീസ് PD ടീച്ചർ എന്നുള്ള ഒരു തസ്തികയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ട്രെയിനിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അപേക്ഷ കൊടുത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ എനിക്ക് നിയമന ഉത്തരവ് വന്നു. 1975 74 ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. 75 എനിക്ക് നിയമന ഉത്തരവ് വന്നു. ഒരു ചാലൊഴുതില്ല, ഒരു വിത്തു വിതച്ചില്ല, താനേ മുളയ്ക്കുന്നു പൊൻതകര. ഒരു ചാലൊഴുതില്ല, ഒരു വിത്തു വിതച്ചില്ല, താനേ മുളയ്ക്കുന്നു പൊൻതകര. ഒരു നാൾ ഒരു വട്ടി, പിറ്റേന്നാൾ 2 വട്ടി, 3-ാം നാൾ 3 വട്ടി തകര നുള്ളി. ഒരു നാൾ ഒരു വട്ടി, പിറ്റേന്നാൾ 2 വട്ടി, 3-ാം നാൾ 3 വട്ടി തകര നുള്ളി. അപ്പൂപ്പനമ്മവൻ അയലത്തെ കേളുമാമൻ, വടക്കേലെ നാണിക്കും വിരുന്നൊരുക്കി. അപ്പൂപ്പനമ്മവൻ അയലത്തെ കേളുമാമൻ, വടക്കേലെ നാണിക്കും വിരുന്നൊരുക്കി. താനാ തന തന താനാ തന തന താനാ തന തന തന്തിനോ. ഒരു ചാലുഴുതില്ല, ഒരു വിത്തു വിതച്ചില്ല, താനേ മുളയ്ക്കുന്നു പൊൻതകര.
ചന്തമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി